പാപത്തെക്കുറിച്ചുള്ള ഇന്നലത്തെ ചിന്തകളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഇത് കാണാൻ ശ്രമിക്കുക. സംഖ്യയുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ പാപം നിന്നെ വേട്ടയാടും, നിന്റെ പാപം നിന്നെ വേട്ടയാടും. ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വ്യക്തമായിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്ന ഇതാണ്, പാപത്തെക്കുറിച്ച് പറയുന്നത് അമിതമായ കുറ്റബോധങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയല്ല. കാരണം കൗൺസിലിംഗ് റൂമിലെത്തുന്ന നല്ലൊരു പങ്കും വാസ്തവത്തിൽ ബാല്യത്തിൽ ചെയ്തോ കൗമാരത്തിലോ ഉള്ള ഏതൊക്കെ ഇടർച്ചകളുടെ കുറ്റബോധവുമായിട്ടെത്തുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് ഈ കുറ്റബോധം സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ചില പ്രഭാഷണങ്ങളിലൊക്കെ അമിതമായി കുറ്റബോധങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടാവാം. ബോധപൂർവം അബോധപൂർവമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞുകൊള്ളുക, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുവാൻ കൊതിക്കുന്ന അവനെ നമ്മൾ തിരസ്കരിക്കുകയാണ്. ക്രിസ്തു സ്വാതന്ത്ര്യമാണ് വാഗ്ദാനം ചെയ്യുക. കുറ്റബോധത്തിന്റെ ഒരു ചാടൽ ഒരുവിനെ കുരുക്കുക എന്നതിന്റെ അർത്ഥം ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. അപ്പോൾ അമിതമായ കുറ്റബോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, വെറുതെ ഒരു ലോജിക് ക്ലാസ് കേൾക്കുന്ന ലാഘവത്തോട് കേൾക്കാനായിട്ട് പറ്റുക, ഒരു യുക്തിയുടെ ആ ഒരു രീതിയിൽ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. ദൈവം മനുഷ്യന്റെ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്ന ദൈവമല്ല, അവനെ വേട്ടയാടുന്ന ദൈവമല്ല. പക്ഷേ ഏതൊക്കെയോ തലങ്ങളിൽ പാപം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ഈ സംഖ്യയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, നിന്റെ പാപം നിന്റെ വേട്ടയാടും. നമ്മുടെ നന്മകൾക്കൊക്കെ ഒത്തിരി അവകാശങ്ങളുണ്ട്. നമുക്കറിയാം, ആദി കവി വാത്മീകി തന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു കാട്ടാളനായിട്ടായിരുന്നു. വഴിയോരങ്ങളിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി കവർന്നെടുക്കുന്നവൻ, കൊള്ളയടിക്കുന്നവൻ, കൊലപാതകം ചെയ്യുന്നവൻ, കൈകളിൽ രക്തത്തിന്റെ ഗന്ധമുള്ളവൻ. പിന്നീട് എപ്പോഴാണ് ഭഗവത്ഗീതങ്ങളുടെ മന്ത്രം ഈ ദേ കരങ്ങളിലേക്ക് വന്നത്, സങ്കീർത്തനങ്ങളിലേക്ക് കരങ്ങൾ നീങ്ങിയത്? ഈ മനുഷ്യൻ ഒരു സംഘം സന്യാസിമാരെ ഒരു ദിവസം ആക്രമിച്ചു. അവരെ കൈവശം ആകപ്പാടുണ്ടായിരുന്ന കുറെ ഫലങ്ങൾ മാത്രമായിരുന്നു, കുറെ കനികൾ മാത്രം. ഈ സന്യാസികൾ ഈ കനികളൊക്കെ സ്നേഹപൂർവ്വം ഇവന് കൊടുത്തു. ഇവൻ ഇതുമായിട്ട് മടങ്ങിപ്പോകുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വൃദ്ധനായ സന്യാസി ഈ മനുഷ്യനെ തിരികെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കനികൾ കൊണ്ട് നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വിശന്നിരിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇത് പങ്കുവെച്ച് ഭക്ഷിക്കും. നീ ആഭരണം കവറുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ ഭാര്യയെ അണിയിപ്പിക്കും. നീ വസ്ത്രങ്ങൾ അപഹരിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ കൊടുക്കും. അപ്പോൾ നീ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെയൊക്കെ ഫലം അനുഭവിക്കുന്നത് നിന്റെ കുടുംബാംഗങ്ങളല്ലേ? അതെ. സ്കെപ്റ്റിക്കലായിട്ട് അവൻ പറഞ്ഞു, അതെ, എന്തുപറ്റിയപ്പോൾ? എന്നാൽ ചെന്ന് അവരോട് ചോദിച്ചിട്ട് വരിക, നിന്റെ പാപത്തിന്റെ ഫലം കൂടി വഹിക്കാനായിട്ട് അവർ തയ്യാറാണോ? നിന്റെ കർമ്മത്തിന്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ട്, നിന്റെ പാപത്തിന്റെ ഫലം കൂടി അനുഭവിക്കാനായിട്ട് ഇവർ തയ്യാറാണോ? ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ തന്നെ വേണമല്ലോ, കാരണം ഞാനിതൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണല്ലോ. എന്തായാലും ചോദിച്ചിട്ട് വരാം. ഭാര്യയോട് ചോദിച്ചു, നമ്മൾ ഒരുമിച്ചാണ് ഇതൊക്കെ കൊള്ളമുതലൊക്കെ പങ്കുവെച്ച് ഭക്ഷിക്കുകയും ആഹരിക്കുകയും അണിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. നീ എന്റെ പാപത്തിന്റെ ഭാരം കൂടി വഹിക്കുമോ? ഈ സ്ത്രീ പറഞ്ഞു, അത് നിങ്ങളുടെ മാത്രം സ്വന്തമാണ്, അതെങ്ങനെയാണ് ഞാൻ വഹിക്കുക? കൊച്ചുമക്കളോട് ചോദിച്ചു, മക്കളെ നിങ്ങളോ? നിങ്ങളുടെ മാത്രമാണ്, അച്ഛന്റെ മാത്രമാണ്, ഞങ്ങളെങ്ങനെയാണ് വഹിക്കുക? ഈ മനുഷ്യന് ആ ദിനം വെളിപാടിന്റെ ഒരു ദിനമായിട്ട് മാറി. ഈ മനുഷ്യൻ തിരികെ വന്നിട്ട് സന്യാസികളോട് പറഞ്ഞു, എന്റെ കർമ്മത്തിന്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ എന്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് അവർക്കാവില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ നിമിഷത്തിലാണ് വേട്ടയാടി നടന്നിരുന്നവൻ, കൊള്ളയടിച്ച് നടന്നിരുന്നവൻ ധ്യാനത്തിലേക്ക് കടന്നു വന്ന് ആദി കവിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുണ്ട് രണ്ട് ഘട്ടങ്ങൾ. നമ്മൾ ചരിത്രത്തെ വിഭജിക്കുന്ന ഇങ്ങനെയാണ്: BC ആൻഡ് AD, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആനോ ഡോമിനെ, ദൈവത്തിന്റെ വർഷം, കർത്താവിന് ശേഷം. ചരിത്രത്തെ വിഭജിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെയും രണ്ടായിട്ട് വിഭജിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഒരു കാലമുണ്ട്, തെറ്റിന്റെ ഒരു കാലമുണ്ട്, പാപത്തിന്റെ ഒരു കാലമുണ്ട്. എന്നാൽ ഇവനെ അറിഞ്ഞതിന് ശേഷമുള്ള കാലമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വർഷമാണ്, AD. നമ്മുടെ ജീവനെ ഇങ്ങനെ രണ്ടായിട്ട് കാണാനായിട്ട് നമുക്കാവുമോ? ആരും നമ്മുടെ പാവഭാരങ്ങൾ ഏറ്റുവാങ്ങുന്നുള്ള അറിവ് ഏറ്റവും വലിയ നിഷാദനെ പോലും, ഏറ്റവും വലിയ വേടനെ പോലും കവിയാക്കി മാറ്റുന്നുണ്ട്. സ്വന്തം തെറ്റ് എന്നും മനുഷ്യനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, വല്ലാതെ അലട്ടിയിട്ടുണ്ട്.
വല്ലാതെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. പാപത്തിനെ കുറിച്ച്, അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുക. നിന്റെ പാപം നിമിത്തം രോഗിയായെന്ന് സങ്കീർത്തനങ്ങൾക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ പാപം നിമിത്തം ഞാൻ രോഗിയായി. എങ്ങനെയാണ് പലപ്പോഴും രോഗമുണ്ടാകാറുള്ളത്? ഇനി നമ്മൾ കാണുന്ന പല രോഗങ്ങളെയും നമ്മൾ വിശേഷിപ്പിക്കുന്നത് സൈക്കോസൊമാറ്റിക് എന്നാണ്. സൈക്കോസൊമാറ്റിക്. സോമ എന്ന വാക്കിന്റെ അർത്ഥം ബോഡി എന്നാണ്. നിന്റെ സൈക്കിന് സംഭവിക്കുന്ന താളപ്പിഴകള്, നിന്റെ മനസ്സിൽ സംഭവിക്കുന്ന താളപ്പിഴകള് നിന്റെ സോമയെ ബാധിക്കുന്നു, നിന്റെ ഉടലിനെ ബാധിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ യുക്തിയുടെ ഒരു അപകടമുണ്ട്. പക്ഷേ നമ്മളെ രോഗങ്ങളൊക്കെ ഇതൊക്കെ സാമാന്യവൽക്കരിച്ചുകൂടാ. രോഗമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവന്റെ ഒരു അവസ്ഥയാണ്, ജീർണതയുടെ അവസ്ഥയാണ്. മരണത്തിലേക്ക് നിങ്ങൾ നടന്നടക്കുന്നു. ഏതൊക്കെ കോശങ്ങൾ പതുക്കെ സ്വയം മരിച്ചു തുടങ്ങിയുള്ള അറിവാണ് വാസ്തവത്തിൽ രോഗമെന്ന് പറയുക. അത് വാസ്തവത്തിൽ ജീവന്റെ നിയമമാണ്. ദയവ് ചെയ്ത് ഇതൊന്നും സാമാന്യവൽക്കരിക്കാതിരിക്കുക. പക്ഷേ തെറ്റ് ചെയ്തവന്റെ ചില കുറ്റബോധങ്ങൾ ഇവന്റെ മനസ്സിന്റെ താളത്തെ തെറ്റിക്കുമ്പോൾ, ഇവന്റെ സൈക്കിന്റെ ഋതം തെറ്റിക്കുമ്പോൾ അത് സോമയെ ബാധിക്കുന്നു. സൈക്കോസൊമാറ്റിക്. ചില നേരങ്ങളിലെങ്കിലും ക്രിസ്തു മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കിതാണ്, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. 38 വർഷമായിട്ട് തളർന്നുകിടക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ബെത്സയിദ ആ കുളിക്കടവിൽ വെച്ചുകൊണ്ട്. അവന് 38 വയസ്സുണ്ടായിരുന്നു ബൈബിൾ പറയുന്നു. എന്നുവെച്ചാൽ ക്രിസ്തുവിന് മുമ്പേ അവൻ ആ കിടക്കയിലുണ്ടായിരുന്നു, പടവുകളിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്ത്. ക്രിസ്തുവിനേക്കാൾ മുമ്പേ കിടന്നവൻ. ക്രിസ്തുവിന് 33 വയസ്സേ ആവുന്നുള്ളൂ. എന്നിട്ടും സുഹൃത്തില്ലാത്തവൻ. മാലാഖ് വന്നിട്ട് ഈ ജലമിളക്കുമ്പോൾ എന്നെ ഈ പടവുകളിൽ നിന്ന് ജലത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് കേഴുന്നവന്റെ അടുക്കലേക്ക് ക്രിസ്തു എത്തുന്നു. ഇത് പറയുന്നു, നിനക്ക് സൗഖ്യമാകണമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എങ്കിൽ മേൽ പാപം ചെയ്യരുത്. ആ നിമിഷത്തിൽ ഇവൻ സൗഖ്യം പ്രാപിക്കുന്നു. നടന്നു പോകുമ്പോൾ പറയുന്നു, കൂടുതൽ മോശമായത് വരാതിരിക്കാൻ വേണ്ടി നീ ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ രോഗവും പാപവും തമ്മിൽ എല്ലാ കാലങ്ങളിലല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന 99% കാര്യങ്ങളിലും പൊരുത്തങ്ങളില്ല. പക്ഷേ 1% ഇവ തമ്മിൽ പൊരുത്തങ്ങളുണ്ട്. 1% ദയവ് ചെയ്ത് ജനറലൈസ് ചെയ്യാതിരിക്കുക. ദയവ് ചെയ്ത് സാമാന്യവൽക്കരിക്കാതിരിക്കുക. അന്ധനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളതുപോലെ അന്ധനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവൻ അന്ധനായത് ഇവന്റെ കുഴപ്പം, ഇവന്റെ പാപനിമിത്തമാണോ? ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ? ക്രിസ്തു പറഞ്ഞു, 2 കാരണം കൊണ്ടുമല്ല. 2 കാരണം കൊണ്ടുമല്ല. നിന്റെ പാപനിമിത്തമോ നിന്റെ പേരൻസിന്റെ പാപനിമിത്തമോ അല്ല. ഇതൊക്കെ യുക്തിയുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. പാപം ഒരുവന്റെ സൈക്കിന്റെ ഋതത്തെ തെറ്റിക്കും, താളം തെറ്റിക്കും. ഈ താളം തെറ്റല് ഇവന്റെ ഉടലിന്റെ ഭാഗമായിട്ട് മാറും. കൊച്ചു പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റാവുന്ന എന്തുകൊണ്ട്? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ താളങ്ങൾക്ക് ആ പഴയ സ്പോണ്ടേനിറ്റി നഷ്ടമാകുന്നു. മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്ന ഒന്നാണ് ഈ കുറ്റബോധം എന്ന് പറയുക. അരവിന്ദന്റെ ചിദംബരം എന്ന് പറഞ്ഞൊരു പഴയ ചിത്രമുണ്ട്. ആത്മീയ ദൃശ്യചിത്രങ്ങളിൽ അല്ലെങ്കിൽ ആ ഗണത്തിൽ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് ഈ ചിദംബരം എന്ന് പറയുക. ശങ്കരൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തെറ്റിന്റെ നിമിഷത്തിൽ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു തമിഴൻ ചെറുപ്പക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നു. മുനിയാണ്ടിയുടെ ഭാര്യ ശിവകാമിയെ. മുനിയാണ്ടി തെരഞ്ഞ് തകർന്നു പോകുന്നു. ശിവകാമിയെ അയാൾ കൊലപ്പെടുത്തുന്നു. മുനിയാണ്ടി ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് അലയുന്നു. എങ്ങും ഇവന് മോചനം കിട്ടുന്നില്ല. ഒടുവിൽ ആരോ പറഞ്ഞു, നിങ്ങൾ ചിദംബരത്തേക്ക് പോവുക. ചിദംബരം എന്ന് പറയുന്നത് ശിവന്റെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് ശിവന്റെ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വേർപെടുന്ന ഇടമാണ്. എല്ലാ പാപങ്ങൾക്കും മുക്തിയുണ്ടെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നിടമാണ്. കേട്ട് ഇവൻ നടന്ന് ചിദംബരത്തെത്തുന്നു. ചിദംബരത്തിന്റെ കൽപ്പടവുകളുടെ മുമ്പിൽ നിന്ന് ധ്യാനിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ തന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റിയിട്ട് ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു വൃദ്ധയുടെ മുമ്പിൽ വെക്കുന്നു. എന്നിട്ട് അകത്തേക്ക് പോയി അമ്പലത്തിന് വലം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരുമ്പോൾ ഹൃദയത്തിന് തല്ലിൽ ലാഘവമുണ്ട്. പുറത്തേക്ക് വന്നിട്ട് തന്റെ ചെരുപ്പെടുക്കാനായിട്ട് ഈ വൃദ്ധയുടെ അരികിലേക്ക് വരുമ്പോൾ ചെരുപ്പ് സൂക്ഷിച്ചിരുന്ന വൃദ്ധ ശിവകാമിയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഈ വൃദ്ധ ശിവകാമിയായിട്ട് രൂപാന്തരപ്പെടുന്നു.
പിന്നെ ചിത്രം അവസാനിക്കുന്നത് ക്യാമറ ഉയർന്നു പൊങ്ങിയിട്ട് സ്കൈ കാണിച്ചുകൊണ്ടാണ്. ഇവൻ അറിവിന്റെ ഒരു ആകാശത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ചിദംബരത്തിനും തന്റെ പാപത്തിന് ഫലം നൽകാനാവില്ല എന്ന്, പാപത്തിന് സ്നാനം നൽകാനാവില്ലെന്ന ഒരു അറിവ് വൃദ്ധ ശിവകാമിയായി മാറുന്നതിന്റെ പൊരുളെന്താണ്? കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും ഇനിയും എന്നെ ഇവളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. എന്റെ ആസക്തികൾക്കിരയായി പോയ ഈ പാവസ്ത്രീയെ. പാപം ഇങ്ങനെയാണ്. ഒരുവന്റെ താളം തെറ്റിക്കുക, ഒരുവന്റെ ഉറക്കം കെടുത്തുക, അവന്റെ അത്താഴത്തിന്റെ രുചി മുടക്കുക. ഇതൊപ്പം കൂടാതെ പാപത്തിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മനഃശാസ്ത്രത്തിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഇതാണ്: എന്റെ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന വീക്ഷണമനുസരിച്ചിട്ട് ഞാൻ അപരനെ വീക്ഷിക്കാൻ തുടങ്ങുന്നു. ദാമ്പത്യത്തിൽ അവിശ്വസ്തത പുലർത്തുന്ന ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു. കാരണമുണ്ടായിട്ടല്ല, എന്റെ നെഞ്ചിൽ ഞാൻ ഈ അവിശ്വസ്തകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതെനിക്ക് വെളിപ്പെടുത്താനായിട്ടില്ല, ഇതുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടുവാനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സംശയിക്കുന്നു. പ്രൊജക്ഷൻ എന്ന് പറയുക ഇതാണ് മറ്റൊരു ഫലം. ഇതും മനസ്സിന്റെ ശാന്തി നശിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ദൈവപുരുഷനാണ്. പക്ഷേ ഈ മനുഷ്യന് ഒരു കാര്യത്തിൽ വല്ലാത്ത പാളിച്ച പറ്റിപ്പോയി. അത് ഈ മനുഷ്യന്റെ രതിസങ്കല്പങ്ങൾ എന്ന് പറയുന്നത്, രതിയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവായ ഒന്നായിരുന്നു. ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരനും സഹോദരിയും കഴിയുന്നത് പോലെ ഭാര്യാഭർത്താക്കന്മാർ കഴിയുകയെന്ന്. വളരെ നെഗറ്റീവായ ഒരു സമീപനമായിരുന്നു ഗാന്ധി സ്വീകരിച്ചിരുന്നത്. ഇത് വാസ്തവത്തിൽ ഈ മനുഷ്യന്റെ കുറ്റബോധത്തിന്റെയും പ്രൊജക്ഷന്റെയും ഒക്കെ ഫലമാണ്. ഗാന്ധിയുടെ ബാല്യമെന്ന് പറയുന്നത് ഒത്തിരി താളപ്പിഴകളുടേതായിരുന്നു. പിന്നീട് ഈ മനുഷ്യൻ വിവാഹിതനായി. അച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അച്ഛന്റെ മരണവും കാത്ത് MK ഗാന്ധി തന്റെ ഈ കിടക്കയുടെ ചാരെ ഇരിപ്പുണ്ട്. രാത്രിയിൽ എപ്പോഴും ഉടലിന്റെ ആസക്തികൾ ഉണർന്നു. ഈ മനുഷ്യൻ തന്റെ കിടപ്പുമുറിയിലേക്ക് പോയിട്ട് സഖിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ എപ്പോഴോ ആരോ വന്ന് ജാലകത്തിൽ ഈ വാതിൽ മുട്ടി. വാതിൽ തുറക്കുമ്പോൾ സേവകനാണ്. അയാൾ പറഞ്ഞു, അച്ഛൻ മരിച്ചു. ഇത് ഈ മനുഷ്യന്റെ ഉള്ളിൽ കനലായിട്ട് വീണു. അച്ഛൻ തന്റെ അവസാന ശ്വാസവും വലിച്ചു കിടക്കുമ്പോൾ, ആ കണ്ണുകൾ അടയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ, എപ്പോഴും ഈ അച്ഛനെയും മറന്ന്, അച്ഛന്റെ അവസാന നിമിഷവും മറന്ന് എന്റേതായ സുഖങ്ങൾ ഞാൻ തിരഞ്ഞുപോയത് ക്രൂരതയാണെന്ന് ഈ മനുഷ്യർ തോന്നി തുടങ്ങി. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഇയാൾക്ക് പൊരുത്തപ്പെടാനായില്ല. തന്റെ രതി അനുഭവവും അച്ഛന്റെ മരണ അനുഭവവും. പിന്നീട് ഈ മനുഷ്യന്റെ മുഴുവൻ ചിന്തകളെയും ഇത് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും വലിയൊരു ദാർശനിക തലം കൊണ്ടു നടന്ന മനുഷ്യന് ഈ ഒരു തലത്തിൽ മാത്രം വളരെ സില്ലിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ വളരെ ദുശാഠ്യക്കാരനായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ പാപം നിന്നെ വേട്ടയാടുക എന്ന് പറയുന്നതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: നിന്റെ പാപം നിനക്ക് കുറ്റബോധത്തിൻ്റെത്, പ്രൊജക്ഷന്റെ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നിന്റെ സൈക്കിന്റെ രഥത്തെ, മനസ്സിന്റെ താളത്തെ വല്ലാതെറ്റിക്കുന്നു. എന്റെ മനസ്സിൽ എനിക്ക് എന്റെ നക്ഷത്രങ്ങൾ കൈമോശം വന്നു. ഒരിക്കൽ എന്റെ മനസ്സിൽ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഏതൊക്കെയോ തിന്മകളുടെ കാർമേഘങ്ങൾ വന്നിട്ട് ഈ നക്ഷത്രങ്ങളെ മറച്ചു കളഞ്ഞു. ദൈവമേ, എനിക്കെന്റെ നക്ഷത്രങ്ങളെ തിരികെ തരിക. ദൈവമേ, എനിക്കെന്റെ നക്ഷത്രങ്ങളെ തിരികെ തരിക. നക്ഷത്രങ്ങളെ തിരികെ കിട്ടിയവനാണ് ജീവിതം ഉത്സവമാക്കി മാറ്റാനുള്ളത്. നമ്മൾ വായിക്കുന്നു, നീ ഒരിക്കൽ മരിച്ചവനായിരുന്നു, ഇപ്പോൾ നീ ജീവിച്ചിരിക്കുന്നവനാണ്, നമുക്ക് ഉത്സവമാടാം. നീ ഒരിക്കൽ മരിച്ചവനായിരുന്നു, ഒരിക്കൽ നിന്റെ നക്ഷത്രങ്ങളിൽ കൈമോശം വന്നതാണ്, ഒരിക്കൽ നിന്റെ നക്ഷത്രങ്ങളിൽ കളഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ഒരിക്കൽ നിന്റെ നക്ഷത്രങ്ങൾ നീ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ നിനക്ക് തിരികെ കിട്ടിയിരിക്കുന്നു, നമുക്ക് ഉത്സവമാടാം. മനസ്സിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൂർവികരുടെ തെറ്റുകൾ പിൻതലമുറകളെ ബാധിക്കുമോ? ഈ അടുത്ത കാലത്തായിട്ട് മിക്കവാറും ധ്യാനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണിത്. ബൈബിളിൽ രണ്ട് വീക്ഷണങ്ങളുമുണ്ട്. എസെക്കിയേലിന്റെ പറയുന്നുണ്ട്, പിതാക്കന്മാരെ പാപത്തിന്റെ പേരിൽ മക്കളെ ഞാൻ ശാസിക്കുകയില്ല.
എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെ പാപം നിമിത്തം ഞങ്ങൾ അടിമത്തിലേക്ക് വന്നുവെന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിൾ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാർ മുന്തിരി ഭക്ഷിച്ചു, മക്കളുടെ പല്ല് പുളിക്കുന്നു. ഒരു തരത്തിലും നമ്മളുടെയൊക്കെ താളപ്പിഴകള് പൂർവികളുടെ തെറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് നോക്കാതിരിക്കാൻ, റഫർ ചെയ്ത് നോക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്രിസ്തു പറയുന്ന വാക്കുകൾ ഓർമ്മിക്കുക. ഇവൻ അന്ധനായത് എന്തുകൊണ്ടാണ് ദൈവമേ? ഇവന്റെ പാപം നിമിത്തമോ ഇവന്റെ പിതാക്കന്മാരുടെ പാപം നിമിത്തമോ? ക്രിസ്തു പറഞ്ഞു, നീത് രണ്ടുമല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വമാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യന്റെ നെഗറ്റീവായ അനുഭവങ്ങൾക്കൊക്കെ തിന്മയുടെ ഒരു റഫറൻസ് പോയിന്റ് കൊടുക്കാതിരിക്കുക. എന്നാലും യുക്തിയുടെ ഭാഗത്തുനിന്ന് അപഗ്രഥിച്ചു നോക്കുമ്പോൾ ശരി